ഹലോ, അപ്പോൾ എൻ്റെ മൂന്നാർ ട്രിപ്പിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ മൂന്നാർ ട്രിപ്പിലെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇത് നേരെ പോവാണ്. അപ്പോൾ ഇത് ഡേ 2 ആണ് കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്, മഞ്ഞുണ്ട്, എല്ലാം കൊണ്ട് നല്ലൊരു അന്തരീക്ഷമാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ കാണിച്ചു തരാം. അപ്പോൾ പോകുന്ന വഴിക്ക് ഇനി ഇവിടുന്ന് ഞങ്ങൾ ഒരു ഉച്ചയോടുകൂടി, ഉച്ചയ്ക്കല്ല അതിന് മുന്നേ ഇറങ്ങും, ഒരു 11 മണിക്ക് മുന്നേ ഇറങ്ങാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതിന് മുന്നേ ഇറങ്ങിയതിന് ശേഷം അനന്തു അടുത്ത പീഡന കേസിലെ പ്രതികളാണ് ഇവരൊക്കെ. അപ്പോൾ നമ്മൾ ഇനി എപ്പോഴും ചേട്ടാ ഇറങ്ങുന്നത് 10 മണിക്ക്. അപ്പം ഞങ്ങൾ ഇറങ്ങും. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കാഴ്ചകളുണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ കാണാം. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങൾ കഴിച്ചുകൊണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം കൈ കഴുകാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ബൊഫേ ആയിട്ടാണ് തരുന്നത്. പൂരി ഉണ്ടായിരുന്നു, ഇഡലി ഉണ്ടായിരുന്നു, ബ്രെഡ്, അങ്ങനെ ഐറ്റംസ് കുറേ 2-3 ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടമുള്ള എടുക്കാം. ക്വാണ്ടിറ്റി അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് ഇഷ്ടാനുസരണം ഭക്ഷണം കഴിക്കാം, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ പാക്കേജിനായിട്ട് ഇൻക്ലൂഡഡ് ആയിരുന്നു. ഞങ്ങൾ വൈകിട്ട് വന്ന് കഴിച്ചത് മാത്രം സെപ്പറേറ്റ് പൈസ കൊടുക്കേണ്ടതെന്ന്, വേറൊന്നും കൊണ്ടല്ല. നമ്മൾ നേരത്തെ അത് പറയണമായിരുന്നു നമുക്ക് ഡിന്നർ വേണമെന്ന്. അപ്പോൾ അത് നമ്മൾ പറയാൻ താമസിക്കുന്നതുകൊണ്ട് തന്നെ അവർ ബുക്ക് ചെയ്യുന്നൊരു ടൈമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അത് മാത്രം വേറെ പൈസ കൊടുക്കേണ്ടി വന്നത്. അപ്പം ഞങ്ങൾ രാവിലെ ഇറങ്ങി നിന്ന് പ്രകൃതിയുടെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് കേട്ടോ. ചെറിയ തോതിൽ മഴ ചാറുന്നുണ്ട്, ചെറിയ മഞ്ഞുണ്ട്. അപ്പോൾ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നേരെ ഞങ്ങൾ റൂമിലോട്ടാണ് പോയത്. അവിടെ ചെന്ന് ഞങ്ങൾ റെഡി ആകുകയാണ്. അപ്പം ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്യാണ്. ഞങ്ങൾ ഇനി എവിടുന്ന് ഇറങ്ങാണ്. അപ്പോൾ ഞങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിന് തോന്നണ്ട, എടുക്കത്തില്ല. അപ്പം ഞങ്ങളിനി പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇവർ കോട്ടയംകാരാണ് കേട്ടോ. ഇവർക്ക് വട്ടവടയിൽ ഒരു റിസോർട്ട് ഉള്ളതാണ്. അപ്പം കൂടുതലും അവർ കോട്ടയത്തും വട്ടവടയിലും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾ അവരെ പരിചയപ്പെടുകയൊക്കെ ചെയ്തു. അവർക്ക് ഞങ്ങളെ വലിയ കാര്യമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ കോട്ടയംകാരിയാണ്, പുതുപ്പള്ളിക്കാരിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ വെക്കേറ്റ് ചെയ്തു പോവാണ്. അങ്ങനെ ഞങ്ങൾ അവരോടും വട്ടവടയോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ വണ്ടി മൂവ് ചെയ്ത് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള ഇനി കാഴ്ചകളൊക്കെയാണ് ബാക്കിയുള്ളത്. അപ്പം അധികം വലുതായിട്ടൊന്നും ഇനി കാണാനില്ല, കാരണം ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ ഞങ്ങളെല്ലാം കണ്ടു തീർത്തിരുന്നു. അപ്പോൾ പോകുന്ന വഴി ഞങ്ങൾ തിരിച്ചു വന്ന റൂട്ടിലെ കാഴ്ചകളൊക്കെ തന്നെയാണ് കാണുന്നത്. കാരണം ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവിടെ ഇറങ്ങാനായിട്ട് ഫോറസ്റ്റുകാർ അനുവദിച്ചില്ലായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ കുറേ പേര് ഇവിടെ ഇറങ്ങി നിൽക്കുന്നത് കണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളും ഇറങ്ങിയത്. പക്ഷേ ഇറങ്ങി വന്ന ആ ടൈമിൽ തന്നെ പിന്നെയും ഫോറസ്റ്റുകാർ വന്നു ഞങ്ങളെല്ലാവരും ഓടിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ചകത്ത് കയറി കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇവിടെ നിന്ന് ഏതാനും കുറച്ച് വീഡിയോസൊക്കെ എടുത്തതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ചെന്നപ്പം ഒരു പൈമരക്കാടിൻ്റെ നടുക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറേ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞ് അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാസ് അഭിനയമായിരുന്നു കേട്ടോ, ഭയങ്കര ചുമ്മാ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ കാറയിൽ ഫോണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. കുറച്ച് ഫോട്ടോസും എടുത്ത്, കാരണം ഞങ്ങൾ 4 പേരുള്ള ഫോട്ടോസൊക്കെ ഒന്നും എടുത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഫോണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള മാസമായിട്ടുള്ള അഭിനയങ്ങളാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ ഇവിടുത്തെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മൂന്നാറിൽ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കാണ്. മൂന്നാറിലെ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കാണ് നിൽക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്, നല്ല സൂപ്പർ. അയ്യോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയത്തില്ല, അതുപോലെ ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ധാരാളം ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്തു കേട്ടോ. അതിനിടയ്ക്ക് ഞാനും ചേട്ടായും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ക്യാമറമാൻ അനന്തു എടുത്ത് തന്ന ഒരു നല്ല അടിപൊളി ഷോട്ടാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് ഞങ്ങൾ എഡിറ്റ് ചെയ്തത് ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ വന്നത് ഒരു ചോക്ലേറ്റ് ഫാക്ടറി കാണാനാണ്. ഇവിടെ ബൊട്ടാനിക്കൽ ഗാർഡൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോകുന്നത്. ഒരാൾക്ക് 20 രൂപയോ 50 രൂപ
എങ്ങാണ്ടായിരുന്നു ടിക്കറ്റ്. അപ്പോൾ അതെടുത്തതിന് ശേഷം നമ്മൾ ഗാർഡനൊക്കെ കുറേ നേരം നടന്ന് കാണാനുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടതിന് ശേഷമാണ് ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഉള്ളിലേക്ക് കയറുന്നത്. അധികമായി ഒന്നുമില്ല കേട്ടോ. ഉള്ളിൽ കയറിയിട്ട് ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ മെഷീൻ വെച്ച് ഇങ്ങനെ ചോക്ലേറ്റ് ഉരുക്കിയതിന് ശേഷം ഓരോ ക്യൂബിലും ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് അത് ഫ്രീസ് ചെയ്തെടുക്കുന്നതാണ് അവിടെ കണ്ടത്. അങ്ങനെ പ്രത്യേകിച്ചൊരു വലിയ സംഭവമായിട്ടൊന്നും എനിക്കും ഫീൽ ചെയ്തില്ല. നമ്മൾ നോർമലി ഓരോന്നൊക്കെ ബേക്ക് ചെയ്ത് അല്ലെങ്കിൽ കേക്കൊക്കെ ബേക്ക് ചെയ്തുണ്ടാക്കുന്ന ഒരു ചെറിയൊരു പ്രോസസ്സിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അല്ലാതെ വലിയൊരു ചോക്ലേറ്റ് ഫാക്ടറി എന്നുള്ളൊരു രീതിയിൽ അതിനെ വലിയ സംഭവമായിട്ട് എനിക്ക് കാണാൻ, എന്ന് വെച്ചാൽ ഞാൻ സംഭവമാണെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ അതൊരു വലിയ സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്യില്ല. കാരണം ഞാൻ കുറേ എക്സ്പെക്റ്റ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ അതൊന്നും അല്ല എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇനി മുന്നോട്ടുള്ളതെല്ലാം ഇങ്ങനെ കുറേ കാഴ്ചകളാണ് കേട്ടോ. അപ്പം നമ്മൾ കേൾക്കാത്തതും അറിയാത്തതുമായിട്ട് ധാരാളം ചെടികളുണ്ട് ഇവിടെ. അപ്പം ഞങ്ങളതൊക്കെ വായിച്ച് എന്തൊക്കെ ഫ്രൂട്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെ ചെടിയാണ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് നല്ലൊരു അടിപൊളി കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്പേസിൽ കൂടെ നടന്നു പോയ പോലെ ഫീൽ ചെയ്തു. നമുക്കൊരു നല്ലൊരു എനർജി ഫീൽ ചെയ്തു കേട്ടോ ഈ ഒരു സൈഡിൽ കൂടെ നടന്നു പോയപ്പോഴത്തേക്കിന്. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളാണ് ഇനി മുന്നോട്ട്. അപ്പോൾ നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വാ. അപ്പോൾ നമ്മൾ ഫാക്ടറിയുടെ ഉള്ളിലെ കാഴ്ചകളാണ് കേട്ടോ ഇപ്പോൾ കണ്ടതൊക്കെ. നമുക്ക് ഇവിടുന്ന് ഇഷ്ടാനുസരണം സാധനങ്ങളൊക്കെ മേടിക്കാം. എല്ലാത്തിനും റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ പ്രത്യേകം എല്ലാം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം നമ്മൾ പിന്നെ അവിടുന്ന് തിരിച്ചു. അപ്പോൾ തിരിച്ചിറങ്ങുന്ന ശേഷം നമുക്ക് കോട നല്ലതുപോലെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കോട കാരണം ചില വശങ്ങളൊന്നും നമുക്ക് മര്യാദയ്ക്ക് കാണാൻ കൂടി പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അപ്പം മൂന്നാർ വിശേഷങ്ങളുടെ വീഡിയോ ഇവിടം കൊണ്ട് തീരുകയാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്.